ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവായിരുന്നു. അദ്ദേഹം വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി നേതൃസ്ഥാനത്തേക്ക് വരികയും പിന്നീട് അദ്ദേഹം പൊതുപ്രവർത്തനത്തിൽ മുഴുകിയിരിക്കെ തന്നെ ഭരണത്തിൻ്റെ ഭാഗമായി മാറുകയും MLA-യും പിന്നീട് കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രിയുമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. പൊതുമരാമത്ത് മന്ത്രി എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ധാരാളം പ്രവൃത്തികൾ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ അടയാളങ്ങളായി തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഞാനും അദ്ദേഹവും സഹപ്രവർത്തകരായി മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരുടെ കൂടെ അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കീഴിൽ പൊതുമരാമത്ത് വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്തപ്പോൾ ഞാൻ സാമൂഹ്യനീതിയും പഞ്ചായത്ത് വകുപ്പും മന്ത്രിയായി കൂടെ ഒരേ ക്യാബിനറ്റിലുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വകുപ്പിന് വേണ്ടി മന്ത്രിസഭയിൽ അതിശക്തമായി വാദിക്കുകയും ധനകാര്യ വകുപ്പിൽ നിന്ന് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എറണാകുളം ചന്ദ്രിക പത്രത്തിൻ്റെ എറണാകുളം എഡിഷൻ്റെ ചുമതല അദ്ദേഹത്തിനായിരുന്നു ഉണ്ടായിരുന്നത്. അത് വളരെ ലാഭകരമായി അദ്ദേഹം നടത്തിപ്പോരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി രോഗബാധിതനായി സജീവമായി അദ്ദേഹത്തിന് രംഗത്തുണ്ടാകാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വിയോഗം എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരംഗം, എനിക്ക് ജ്യേഷ്ഠതുല്യനായിട്ടുള്ള ഒരാൾ നഷ്ടപ്പെട്ട ഒരു പ്രതീതിയാണുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ അഡ്വക്കേറ്റ് ബീരാൻ സാഹിബ് എൻ്റെ പിതാവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ്. ആ കാലഘട്ടത്തിൽ തന്നെ ഇബ്രാഹിം കുഞ്ഞ് സാഹിബിനെയും ഞങ്ങളുടെ കുടുംബത്തിന് സുപരിചിതമാണ്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കണ്ടു വരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പതിറ്റാണ്ടുകളുടെ ബന്ധം അദ്ദേഹവുമായി ഞങ്ങളുടെ കുടുംബത്തിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരംഗം നഷ്ടപ്പെട്ട പ്രതീതിയാണ് എനിക്കുണ്ടാക്കുന്നത്.